അറഫ സംഗമം ഇന്ന്. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. ശുഭ്രവസ്ത്രധാരികളായ 20 ലക്ഷത്തോളം ഹാജിമാർ ഇന്ന് അറഫയിൽ ഒരുമിച്ച് കൂടും. മധ്യാഹ്നം മുതൽ സൂര്യാസ്തമയം വരെയാണ് അറഫ സംഗമം. അറഫയെ ലക്ഷ്യമാക്കി ഇന്നലെ രാത്രി ആരംഭിച്ച തീർത്ഥാടക പ്രവാഹം ഇപ്പോഴും തുടരുകയാണ്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് അറഫ സംഗമം. മിനാ താഴ്വരയിൽ ഒരുമിച്ച് കൂടിയ തീർത്ഥാടകർ അറഫ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അർദ്ധരാത്രിയോടെ തന്നെ അറഫയിലേക്കുള്ള വഴികളെല്ലാം ഹാജിമാരെ കൊണ്ട് നിറഞ്ഞു. പ്രവാചകന്റെ അറഫ പ്രഭാഷണത്തെ അനുസ്മരിച്ച് സൗദി ഗ്രാൻഡ് മുഫ്തി മസ്ജിദ് നമിറയിൽ ഖുതുബ നടത്തും. തുടർന്ന് ലൊഹർ അസർ നമസ്കാരങ്ങൾ ഒരുമിച്ച് ചുരുക്കി നമസ്കരിക്കും. സൂര്യാസ്തമയം വരെ പ്രാർത്ഥനകളും ദൈവസ്മരണകളുമായി ഹാജിമാർ അറഫയിൽ ഒരുമിച്ച് കൂടും. നിശ്ചയിക്കപ്പെട്ട സമയത്ത് അറഫയിൽ ഒരു മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു സെക്കൻഡെങ്കിലും ഉണ്ടാവുക എന്നത് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ്. അവിടെ എല്ലാവരും അള്ളാഹുവിനോട് കണ്ണുനീര് വാർത്ത് കരയുകയും ദിക്റുകൾ നിർവഹിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്യുകയാണ്. ഇന്ത്യൻ ഹാജിമാർ ഇന്നലെ രാത്രി മുതൽ അറഫയിലേക്ക് പുറപ്പെട്ടു തുടങ്ങിയിരുന്നു. ലോക മുസ്ലിങ്ങളുടെ മഹാസംഗമത്തിന് സാക്ഷിയാവുന്നതിനായി അറഫയിലേക്കുള്ള ഹാജിമാരുടെ പ്രവാഹം ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി മുഴുവൻ തീർത്ഥാടകരും അറഫയിൽ എത്തിച്ചേരും. അറഫയിൽ നിന്നും റബി മുഹമ്മദ്, മീഡിയ 1. റബി മുഹമ്മദ് ഉണ്ട് ഞങ്ങളുടെ പ്രതിനിധി മക്കയിൽ നിന്ന്. റബി, തീർത്ഥാടകരുടെ വരവ് ഇപ്പോഴും തുടരുകയാണോ? അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി? സായികുമാർ, ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച തീർത്ഥാടക പ്രവാഹം ഇപ്പോൾ വളരെ ശക്തമായി അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. എല്ലായിടത്തും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. കഴിഞ്ഞ ദിവസം മിനായിൽ എത്രമാത്രം തിരക്കുകൾ അനുഭവപ്പെട്ടില്ലെങ്കിലും പക്ഷെ ഇന്ന് അറഫയിലേക്കുള്ള ഓരോ വഴിയും വളരെയേറെ തിരക്കാണ് നമുക്കിപ്പോൾ ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ കഴിഞ്ഞ ബുള്ളറ്റുകൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മസ്ജിദ് നമിറക്കും അതുപോലെ തന്നെ ജബൽ റഹ്മക്കും അടുത്തുമാണ് കൂടുതൽ തീർത്ഥാടകർ സംഭരിച്ചിരിക്കുന്നത്. ഈ പ്രദേശങ്ങൾ വളരെ ഏറെ തിരക്കാണ് കാണാൻ കഴിയുന്നത്. അതേസമയം ഇന്ത്യൻ തീർത്ഥാടകർ ഇതിൽ നിന്ന് മാറി മെട്രോ സ്റ്റേഷൻ അടുത്താണ് ഇന്ത്യൻ ഹാജിമാർ അറഫയിൽ സംഗമിച്ചിരിക്കുന്നത്. അല്പസമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ തീർത്ഥാടകരും അറഫയിൽ എത്തിക്കഴിഞ്ഞു. തങ്ങളുടെ മുഴുവൻ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തോട് ഏറ്റുപറഞ്ഞുകൊണ്ട് പുതിയൊരു മനുഷ്യരായി മാറാനുള്ള ഹജ്ജിന്റെ പുണ്യം നേടാനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അറഫയിലുള്ള ഹാജിമാർ. ഒരു 2 മണിക്കൂറിനകം തന്നെ മുഴുവൻ ഹാജിമാരും ഈ വർഷത്തെ ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. അല്പസമയത്തിനകം തന്നെ മുഴുവൻ തീർത്ഥാടകരും അറഫയിലേക്ക് എത്തും. റബീഹ് മുഹമ്മദാണ് മക്കയിൽ നിന്ന് വിവരങ്ങൾ